ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നല്ല രണ്ട് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കൊണ്ടുള്ള രണ്ട് സ്നാക്കിൻ്റെ റെസിപ്പീസാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ ഒരു മുട്ടയുടെ മിക്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ രണ്ട് സ്നാക്കും റെഡിയാക്കുന്നത്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ആണ് എടുത്തിട്ടുള്ളത്. ഇതും ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില വേണം. മല്ലിയിലയും നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചോ സ്പൂണ് വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 3-4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചോ അല്ലെങ്കിൽ കുപ്പിയുടെയൊക്കെ മൂടി വെച്ചോ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ 4 ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഒരു പാന് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ വലിയ പീസ്, അത് ആ റൗണ്ടുള്ള പീസ് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ നടുവിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മുടെ ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി പീസ് അതിന് മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് കുക്കായി വന്നിട്ടാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3-4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ബ്രെഡ് കുറച്ച് വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3ആയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയതാണ്, അതുകൊണ്ട് ഞാൻ 2ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസും നന്നായിട്ട് എല്ലാ വശത്തൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് പീസ് മുട്ടയിൽ മുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് വലിച്ചെടുക്കും. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ മുഴുവൻ ബ്രെഡും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കടായിലോട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചുമറിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറം ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ രണ്ട് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പീസാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.